ആ ഗാന്ധിയൻ കമ്മ്യൂണിസ്റ്റുകൾ ഇവിടെ ഉണ്ടായതിൻ്റെ ഫലം കൂടിയാണ് 1957 കേരളം രൂപപ്പെട്ടപ്പോൾ അധികാരത്തിൽ വന്ന 57 പിറന്നു വീണ് 56 നവംബർ 1 പിറന്നു വീണ് 57 ഇലക്ഷൻ നടക്കുമ്പോൾ തൊട്ടിൽ കിടന്ന ആ കുട്ടിയെ ആര് വളർത്തുമെന്ന ബാലറ്റ് പെട്ടിയിലൂടെയുള്ള ജനാധിപത്യ ചോദ്യത്തിനാണ് കേരളത്തിലെ മനുഷ്യൻ ലോകത്തെ അത്ഭുതപ്പെടുത്തി ഉത്തരം പറഞ്ഞത്. ഇത് കമ്മ്യൂണിസ്റ്റുകാർ. തുടർ ഭരണത്തിലൂടെ തുടർന്നു കൊണ്ടുപോകുന്ന നായകനായി നമ്മുടെ പിണറായി വിജയൻ കേരളത്തിൻ്റെ മനുഷ്യൻ്റെ മനസ്സിൽ നിൽക്കുകയാണ്. ജനാധിപത്യത്തിൽ തീർച്ചയായിട്ടും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാം. ജനാധിപത്യം പരസ്പര ബഹുമാനത്തിൻ്റെ നന്മയുള്ള പട്ടുപോകാതെ വളർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു തണൽ മരമാണ്. അങ്ങനെയാണ് അതിനെ അംബേദ്കർ കണ്ടത്. അങ്ങനെ കാണാനാണ് ജവഹർലാൽ നെഹ്റു ശ്രമിച്ചത്. അതുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റു പാർലമെന്റിൽ പ്രസംഗിക്കുമ്പം ഏറ്റവും കൂടുതൽ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നത് AKGയുടെ പ്രസംഗമായിരുന്നു. AKGയുടെ പ്രസംഗത്തിൻ്റെ AKGയുടെ ഇംഗ്ലീഷ് പുഴ പോലെ ഒഴുകുന്ന ഇംഗ്ലീഷൊന്നുമല്ല. ആ ഇംഗ്ലീഷ് കേൾക്കുമ്പം ഈ കേംബ്രിഡ്ജിലും ഓക്സ്ഫോർഡിലും പോയി പഠിച്ചു വന്ന ജനസംഘത്തിൻ്റെ ചില ആളുകളും കോൺഗ്രസിൻ്റെ വടക്കേ ഇന്ത്യൻ വലിയ പ്രഭു കുടുംബത്തിൻ്റെ ആളുകളും അത് ശ്രദ്ധിക്കാതെ കമൻറ്റ് പാസ്സാക്കുമായിരുന്നു. ജവഹർലാൽ നെഹ്റു ഒരിക്കൽ പറഞ്ഞു, ഈ മനുഷ്യൻ പറയുന്ന വാക്കല്ല, ആ വാക്ക് വരുന്നിടം ഇന്ത്യയിലെ ഏറ്റവും താഴെത്തട്ടിലെ തൊഴിലാളിയുടെ വിയർത്ത ദേഹത്തിൻ്റെ അകത്തുള്ള ദുഃഖമാണ് ഇവിടെ പറയുന്നത്. അത് കേൾക്കണമെന്ന്. അത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അതിൻ്റെ കുറ്റം അദ്ദേഹത്തിനല്ല, നിങ്ങൾക്കാണെന്ന്. അതാണ് ജനാധിപത്യം. അപ്പം ഈ ഇലക്ഷനിൽ അതെല്ലാം നിങ്ങളുടെ മനസ്സിൽ വേണം. വോട്ട് ചെയ്യുമ്പം BJP-കാരോടും ചോദിക്കണം, ഇവിടെ പട്ടിണി മാറി, ഇവിടെ വസ്ത്രത്തിൻ്റെ പ്രശ്നം മാറി, ഇവിടെ വെളിച്ചത്തിൻ്റെ പ്രശ്നം മാറി, ഇവിടെ വെള്ളത്തിൻ്റെ പ്രശ്നം മാറി, ഇവിടെ ഒരു സുതാര്യമായ രാഷ്ട്രീയത്തിൻ്റെ കൈകോർക്കൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്നു. ചിലയിടത്ത് നമുക്ക് രാഷ്ട്രീയമായി തർക്കിക്കാം, പക്ഷേ പലയിടത്തും നമുക്ക് രാജ്യത്തിന് വേണ്ടി പൗരന്മാരായി ഒന്നിക്കാം. പൗരന്മാരായി നിങ്ങളെ ഒന്നിക്കാൻ വളരാൻ സമ്മതിക്കാത്ത ഒരു രാഷ്ട്രീയം BJP കൊണ്ടു നടക്കുമ്പം ആ രാഷ്ട്രീയം പറയാതെ ഇവിടെ വന്ന് 70-ൽ ഇന്ദിരാഗാന്ധി പറഞ്ഞ ഗരീബോ ഘടാവെ ഇപ്പം എത്ര ആഗ്രഹിച്ചാലും കേരളത്തിൽ ആർക്കും പറയാൻ പറ്റുകയില്ല. കേരളത്തിൽ ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഈ പ്രസംഗം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ വീട്ടിൽ ആഹാരമില്ല എന്ന അവസ്ഥ ഇവിടെ ഇല്ല. അത് കോൺഗ്രസിനുമില്ല, കമ്മ്യൂണിസ്റ്റിനുമില്ല, ഹിന്ദുവിനുമില്ല, മുസ്ലിമിനുമില്ല, ക്രിസ്ത്യാനിക്കുമില്ല. ഇവിടെ വയൽ കൂടി അരി ഉൽപ്പാദനം കൂടിയത് കൊണ്ടല്ല, ഇവിടെ കൃഷി ഒരുപാട് കൂടിയത് കൊണ്ടല്ല, ഇവിടെ ഒരു ബോധം കൂടിയത് കൊണ്ടാണ്. സ്വാഭാവികമായി വളരെ സങ്കീർണമായ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ ജീവിക്കുന്ന കാലത്ത് നടക്കുന്ന ഏത് ഇലക്ഷനിലും വോട്ടിൽ നേരിടുന്ന സങ്കടങ്ങളും സന്തോഷങ്ങളുമെല്ലാം പ്രതിഫലിക്കും. അങ്ങനെ പ്രതിഫലിക്കണമെന്നാണ് ഇന്ത്യൻ ഭരണഘടന എഴുതിയുണ്ടാക്കിയവരും ഈ രാജ്യത്തെ മതേതരത്വ ജനാധിപത്യ കക്ഷികളുമെല്ലാം പ്രതീക്ഷിക്കുന്നത്. പക്ഷെ വോട്ടിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന തരത്തിലാണ് ആധുനിക കാലത്ത് നമ്മുടെ രാഷ്ട്രീയ മേഖല പലതരത്തിൽ സഞ്ചരിക്കുന്നത്. നമ്മുടെ വോട്ടിനെ ഇന്ന് മതം സ്വാധീനിക്കുന്നുണ്ട്, ജാതി സ്വാധീനിക്കുന്നുണ്ട്, പണം സ്വാധീനിക്കുന്നുണ്ട്, കായിക ബലം സ്വീകരിക്കുന്നുണ്ട്. മറ്റ് പലതരത്തിലുള്ള പല സ്വാധീനങ്ങൾക്ക് വിധേയമാണ് ഇന്ത്യൻ വോട്ട്. അങ്ങനെ ആയിപ്പോയാൽ നമ്മുടെ രാജ്യത്തിലെ ജനാധിപത്യം തകരാറിലായി പോകുമെന്ന് ഏറ്റവും ആദ്യം പറഞ്ഞത് ഭരണഘടനാ ശില്പിയായ അംബേദ്കറാണ്. അത് ഏതാണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ദേശീയ രാഷ്ട്രീയം എന്ന് പറയുന്നത് എല്ലാത്തിനെയും മറികടന്ന് നമ്മൾ ഇന്ത്യൻ പൗരൻ്റെ ലെവലിലേക്ക് ഉയരുമ്പോൾ സംഭവിക്കുന്ന ഒന്നാണ്. നമ്മൾ ഇന്ത്യക്കാരനായി വോട്ട് ചെയ്യണം. ഹിന്ദു ആയി വോട്ട് ചെയ്യരുത്, ഇസ്ലാമായി വോട്ട് ചെയ്യരുത്, ക്രിസ്ത്യാനിയായി വോട്ട് ചെയ്യരുത്, സിഖുകാരനായോ ഏതെങ്കിലും ജാതി വികാരത്തിൻ്റെ പുറത്തോ വോട്ട് ചെയ്യരുത്. വോട്ട് ചെയ്യേണ്ടത് ഇന്ത്യക്കാരനായിട്ട് വേണം. നെഹ്റു ആഗ്രഹിച്ചത് അതാണ്. ആ ആഗ്രഹം
മനസ്സിൽ പേറി നടക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല എന്നതാണ്. രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞില്ലെങ്കിൽ അത് കോൺഗ്രസ്സിന് കഴിയുന്നില്ല എന്നതാണ്. കോൺഗ്രസ് ഇന്ത്യൻ ജനതയുടെ മുമ്പിൽ, ജനാധിപത്യത്തിൻ്റെ മുമ്പിൽ ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നത്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് സാധാരണ കോൺഗ്രസ്സുകാരും സാധാരണ കമ്മ്യൂണിസ്റ്റുകാരും ഇതൊന്നും അല്ലാത്ത സാധാരണ മനുഷ്യരും ചിന്തിക്കണം. എന്തുകൊണ്ട് നമുക്ക് ഇന്ത്യക്കാരാകാൻ പറ്റുന്നില്ല? ഇന്ത്യയുടെ പ്രശ്നങ്ങളാണ് നമ്മൾ പരിഹരിക്കേണ്ടത്, ഹിന്ദുവിൻ്റെ പ്രശ്നങ്ങളല്ല, ഇസ്ലാമിൻ്റെ പ്രശ്നങ്ങളല്ല. ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ കഴിയുന്ന ഒരു വളർച്ച നമുക്കുണ്ടാകണമെങ്കിൽ നമ്മൾ ഇന്ത്യക്കാരാവണം. ഇന്ത്യക്കാരായി വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ ബീഹാറിൽ ഇപ്പോൾ കണ്ട ഫലം ഉണ്ടാവുകയില്ല. ഇന്ത്യയിൽ BJP ഭരിക്കുന്ന ഒരവസ്ഥ എത്തുകയല്ല. അപ്പം ഇന്ത്യക്കാരായി മാറ്റാനുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ശ്രമവും ഇന്ത്യക്കാരായി മാറരുത് എന്നുള്ള ഇന്ത്യയിലെ കോർപ്പറേറ്റുകളുടെയും അവരെ പണം കൊണ്ട് ചെലവ് നടത്തി ജീവിക്കുന്ന വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ശ്രമവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇന്നത്തെ കേന്ദ്രബിന്ദു. ആ കേന്ദ്രബിന്ദു ആ അർത്ഥത്തിലല്ലെങ്കിലും ഈ പ്രാദേശിക ഇലക്ഷനിലും അകത്ത് പ്രതിഫലിക്കുന്നുണ്ട്. അപ്പോൾ അകത്ത് പ്രതിഫലിപ്പിക്കാൻ ശ്രമിക്കുന്ന തരത്തിൽ യഥാർത്ഥ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാനുള്ള വലിയ ഒരു ഗൂഢാലോചന നമ്മുടെ മാധ്യമങ്ങൾ വഴിയും പ്രചരണങ്ങൾ വഴിയും മറ്റ് സംവിധാനങ്ങൾ വഴിയും രാജ്യത്താകെ നിറയ്ക്കുന്നുണ്ട് എന്നതാണ് ഇന്ന് തിരിച്ചറിയുന്ന എല്ലാവരും നമ്മളോട് വിശദീകരിക്കുന്ന കാര്യം. ഇപ്പോൾ കേരളം തന്നെ ആലോചിച്ച് നോക്ക്. കേരളം ഇന്ത്യക്കകത്താണ്, പക്ഷേ വളർച്ചാ നിരക്കിൽ ഇന്ത്യക്ക് പുറത്തു മാത്രമല്ല ലോകത്തിൻ്റെ ഉന്നത നിലവാരമെത്തിയ രാജ്യങ്ങൾക്കൊപ്പമാണ് കേരളത്തിൻ്റെ ജീവിത ബോധവും അതിൻ്റെ ക്വാളിറ്റിയും. ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? തീർച്ചയായിട്ടും കേരളത്തിലെ മനുഷ്യൻ ലോകത്തിലെവിടെയും പോയി ജോലി ചെയ്യുന്നുണ്ട്, അതിൻ്റെ പണം കൊണ്ടുവരുന്നുണ്ട്, ഇവിടെ അതിൻ്റെ ആർഭാടവുമൊക്കെ കെട്ടിപ്പടുക്കുന്നുണ്ട്. ഇന്ത്യയിലെ നിങ്ങൾക്കറിയാം, ചിന്നക്കടയിലോ അല്ലെങ്കിൽ കൊട്ടാരക്കര റോഡിലോ അല്ലെങ്കിൽ അങ്ങാട്ട് തിരുവനന്തപുരം റോഡിലോ കരുനാഗപ്പള്ളി റോഡിലോ ഒക്കെ നോക്കിയാൽ ഇത് കൊല്ലത്ത് മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ തുണിക്കടകളുടെയും ഔട്ട്ലെറ്റ് ഉള്ളത് കേരളത്തിലാണ്. എന്തുകൊണ്ട് ഇവിടെ അത് സംഭവിക്കുന്നു? ഇവിടെ ഒരു വാങ്ങൽ ശേഷിയുണ്ട്. ആ വാങ്ങൽ ശേഷി മുഴുവൻ ഉണ്ടായത് ഇവിടെ അധ്വാനിച്ച് ഇവിടെ ഉണ്ടായ പണം മാത്രമല്ല, ഇവിടെ പഠിച്ച് ലോകത്തിലെവിടെയും അധ്വാനിക്കാനുള്ള, മത്സരിക്കാനുള്ള ഒരു യോഗ്യത മലയാളി നേടി. ഇവിടുത്തെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും എല്ലാം നേടി. അത് ഹിന്ദു നേടിയതായി ആരും എഴുതുന്നില്ല, മുസ്ലിം നേടിയതായി ആരും എഴുതുന്നില്ല, ക്രിസ്ത്യാനി നേടിയതായി ആരും എഴുതുന്നില്ല. എല്ലാവരും പറയുന്നത് മലയാളി നേടിയെന്നാണ്. അങ്ങനെയാണ് മലയാളി ഇന്ത്യൻ പൗരനാവുന്നത്. കേരളത്തിലെ മനുഷ്യൻ മലയാളിയാവുന്നത് അങ്ങനെയാണ്. അവർ ലോകത്തെവിടെയുമുണ്ട്. ഇത് കേരളം ഒഴിച്ചപ്പുറത്തുള്ള ഒരു സംസ്ഥാനത്തിനും ഇങ്ങനെ നേടാൻ കഴിയുന്നില്ല, ഈ ബോധത്തിലെത്താൻ കഴിയുന്നില്ല. എന്താണ് അതിൻ്റെ പ്രശ്നം? ആ പ്രശ്നത്തിലാണ് കേരളം എല്ലാത്തിലും. ഇപ്പം നീതി ആയോഗ് പോലും അവരുടെ ക്രൈറ്റീരിയ അനുസരിച്ച് എടുക്കുന്ന പലതിലെയും 1, 2, 3, 4 നമ്പർ പരിശോധിക്കുമ്പോൾ കേരളം ഒന്നാമത് വരുന്നു. എന്തുകൊണ്ട്? ഇന്ത്യയുടെ തെക്ക് ഈ അറബിക്കടലിൻ്റെ തീരത്ത് സഖ്യപർവ്വതത്തിൻ്റെ ഇപ്പുറത്ത് വളരെ വീതിയൊന്നുമില്ലാത്ത കേരളത്തിലെ ഏറ്റവും കൂടിയ വീതി 124 കിലോമീറ്ററാണ്. വേറെ ഏത് സംസ്ഥാനത്തിൻ്റെയും വീതി ഇതിനേക്കാൾ കൂടുതലാണ്. ഈ കേരളത്തിൽ ഇത് സംഭവിച്ചു. എന്തുകൊണ്ട് മറ്റുള്ളിടത്ത് സംഭവിക്കുന്നില്ല? ഒരു ഉദാഹരണം പറഞ്ഞാൽ, കേരളത്തിൽ ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഈ പ്രസംഗം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ വീട്ടിൽ ആഹാരമില്ല എന്ന അവസ്ഥ ഇവിടെ ഇല്ല. അത് കോൺഗ്രസിനുമില്ല, കമ്മ്യൂണിസ്റ്റിനുമില്ല, ഹിന്ദുവിനുമില്ല, മുസ്ലിമിനുമില്ല, ക്രിസ്ത്യാനിക്കുമില്ല. ഇവിടെ വയൽ കൂടി അരി ഉൽപ്പാദനം കൂടിയത് കൊണ്ടല്ല, ഇവിടെ കൃഷി ഒരുപാട് കൂടിയത് കൊണ്ടല്ല, ഇവിടെ ഒരു ബോധം കൂടിയത് കൊണ്ടാണ്. അരി കൂടുതലുള്ളത് തമിഴ്നാട്ടിലാണ്, അതിനേക്കാൾ അരിയുള്ളത് ആന്ധ്രയിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ധാന്യമുള്ളത് പഞ്ചാബിലാണ്. ഭൂമി വിസ്തൃതിയുമായി ബന്ധപ്പെട്ട്
UP-യിലാണ്, പ്രത്യേകിച്ച് പടിഞ്ഞാറൻ UP-യിലാണ്. പക്ഷേ അവിടെ അത്താഴം കഴിക്കാതെ ഉറങ്ങാൻ പോകുന്നവരുടെ എണ്ണം ലക്ഷക്കണക്കിനാണ്. അരിയില്ലാത്ത കേരളത്തിൽ, ഗോതമ്പില്ലാത്ത കേരളത്തിൽ അത്താഴം കഴിക്കാതെ ഉറങ്ങാൻ പോകുന്നവരാരുമില്ല. ലോകത്തിൻ്റെ മുമ്പിൽ കേരളം ഒരു അത്ഭുതമാണ്. എന്തുകൊണ്ട് ഈ അത്ഭുതം സംഭവിച്ചു? എങ്ങനെ സംഭവിച്ചു? അതിൻ്റെ രാഷ്ട്രീയമാണ് കേരളത്തിൻ്റെ പ്രത്യേകമായ രാഷ്ട്രീയം. ആ രാഷ്ട്രീയം രൂപപ്പെടുത്തിയതിൽ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് നിർണായകമായ പങ്കുണ്ട്. ആ പങ്ക് പരിശോധിക്കപ്പെടണം. ചെറിയ തരത്തിൽ പരിശോധിക്കപ്പെട്ടാൽ പോരാ, അത് വലിയ അളവിൽ പരിശോധിക്കപ്പെടണം. അതുകൊണ്ട് തന്നെ 1970 കാലത്ത് ഇന്ദിരാഗാന്ധി ജയിക്കാൻ വേണ്ടി ഉപയോഗിച്ച് വിജയിച്ച മുദ്രാവാക്യം ഗരീബി ഹഠാവോയാണ്, പട്ടിണി മാറ്റുക എന്നതാണ്. കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു മുദ്രാവാക്യം കേരളത്തിൽ വയ്ക്കാൻ പറ്റൂ? പറ്റുകയല്ല, ആരും ശ്രദ്ധിക്കുകയല്ല. അല്ല, അപ്പൊ എന്തുകൊണ്ടാണ് കേരളം ഒഴിച്ചുള്ള എല്ലാ സംസ്ഥാനത്തും ഇന്നും പട്ടിണി എന്ന് പറയുന്നത് ഒരു ഇലക്ഷൻ വിഷയമായി നിൽക്കുമ്പം കേരളത്തിൽ അത് ഉന്നയിക്കാൻ കോൺഗ്രസിന് പോലും കഴിയാത്തത്, കേരളത്തിൽ അത് ഉന്നയിക്കാൻ BJPക്ക് കഴിയാത്തത്, കേരളത്തിൽ അത് ഉന്നയിക്കാൻ ഒരു കുട്ടിക്കും കഴിയാത്ത എന്താ? എനിക്ക് 5 വയസ്സുള്ളപ്പോൾ അല്ലെങ്കിൽ 8 വയസ്സുള്ളപ്പോൾ 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പട്ടിണി അനുഭവിച്ച ഒരാളാണ്, വസ്ത്രത്തിൻ്റെ ഷോർട്ടേജ് അനുഭവിച്ച ഒരാളാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് പിണറായിയും ഇതൊക്കെ അനുഭവിച്ച ആളാണ്. കഴിഞ്ഞ തലമുറയിലെ കോൺഗ്രസ് നേതാക്കന്മാരിലും വലിയൊരു പങ്ക് ഇത് അനുഭവിച്ച ആളുകളാണ്. ഇന്നത്തെ 8 വയസ്സുള്ള കുട്ടിയോട് വിശപ്പിൻ്റെ കാര്യം പറഞ്ഞാൽ അവന് മനസ്സിലാവില്ല. ഏറ്റവും ദരിദ്രൻ്റെ വീട്ടിലെ കുട്ടിക്കും മനസ്സിലാവില്ല. കേരളത്തിൽ ആ പ്രശ്നം പരിഹരിച്ചു. ലോകത്തൊട്ടാകെ ഇപ്പോഴും പരിഹരിച്ചിട്ടില്ല. ഇന്ത്യയിൽ കേരളം ഒഴിച്ചുള്ള ഒരു സംസ്ഥാനത്തും പരിഹരിച്ചിട്ടില്ല. കേരളം പരിഹരിച്ചത് ഇവിടെ അരി കൂടുതലുള്ളത് കൊണ്ടല്ല. ഇവിടെ അയൽവക്കക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ ആഹാരം കഴിക്കുന്ന ഒരു തെറ്റുണ്ടെന്ന ബോധം കേരളത്തിൽ രാഷ്ട്രീയമായി സാംസ്കാരികമായി സൃഷ്ടിച്ചു. ആ സൃഷ്ടിച്ചതിൻ്റെ എല്ലാ മാർക്കും കമ്മ്യൂണിസ്റ്റുകാർ ചോദിക്കുന്നില്ല. ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും അയ്യങ്കാളിയും കേരളത്തിലെ അന്നത്തെ സാഹിത്യകാരന്മാരും കവികളും കലാകാരന്മാരും പിന്നെ കേരളത്തിൽ പഠിക്കാൻ ദാഹമുണ്ടായപ്പോൾ ഇവിടെ വന്ന് വിദ്യാഭ്യാസത്തിന് സ്കൂളുകൾ ഉണ്ടാക്കി കൊടുത്ത കേരളത്തിലെ മിഷണറി പ്രവർത്തനം നടത്തിയവരും ഒക്കെ ചേർന്നാണ് ഇത് പരിഹരിച്ചത്. നമ്മുടെ കൊല്ലം ജില്ലയിലാണ് മൺട്രോ തുരുത്ത്. മൺട്രോ സാഹിബ് സ്ഥാപിച്ചതാണ്. കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി അവിടുത്തെ തെങ്ങിൻ്റെ വരുമാനം കൊടുക്കാൻ തീരുമാനിച്ചുണ്ടായ തുരുത്താണത്. പിന്നെയാണ് അവിടെ വ്യക്തികൾക്ക് കൊടുത്ത് വ്യക്തികൾ താമസമായത്. കേരളം ഒരു ബോധം ഉണ്ടാക്കി. ആ ബോധം ഉണ്ടാക്കിയത് പെട്ടെന്നുണ്ടായതല്ല. ഇന്ത്യയിൽ ആ ബോധം ഏറ്റവും കൂടുതലുണ്ടായിരുന്ന സംസ്ഥാനം ബീഹാറാണ്. ബീഹാറാണ് ഇന്ത്യയിൽ ആദ്യമായി ജനകീയമായ അറിവിൻ്റെ താഴ്വാരങ്ങൾ ബുദ്ധൻ സൃഷ്ടിച്ചത്. ബുദ്ധൻ ജ്ഞാനോദയം കൊണ്ട ഗയയിൽ ഞാൻ പോയിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്തെ ബുദ്ധൻ ആദ്യം വന്ന് രാജാവിനെ കണ്ട രാജ്ഗീറിൽ പോയിട്ടുണ്ട്. ബുദ്ധൻ അവിടെ വന്ന് വൈശാലിക്ക് ഇപ്പുറമാണ്
പാറ്റ്ന അവരുടെ തലസ്ഥാനം, അന്നത്തെ പാടലീപുത്രമാണത്. പക്ഷെ അത്ര വിപുലമായ അളവിൽ വിജ്ഞാനം വിതറിയ, മനുഷ്യനാദ്യമായ അറിവറിഞ്ഞ, മനുഷ്യൻ അന്തസ്സിലേക്ക് ഉയർന്ന ബീഹാറിൽ നിന്ന് കേരളവുമായി തട്ടുമ്പോൾ മാത്രമല്ല ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്കും പിറകിലാണ്. എന്തുകൊണ്ട് അറിവൊഴുകിയ ബീഹാർ ഇങ്ങനെയായി? എന്തുകൊണ്ട് അനാചാരത്തിൻ്റെയും അറിവില്ലായ്മയുടെയും ഒരുപാട് തരത്തിലുള്ള ഇരുട്ടറയിലകപ്പെട്ട് കിടന്ന കേരളം ഇപ്പം സാക്ഷര കേരളമായി, പട്ടിണിയില്ലാത്ത കേരളമായി, വസ്ത്രത്തിന് ക്ഷാമമില്ലാത്ത കേരളമായി? കേരളം എങ്ങനെയാണ് മാറിയത്? ബീഹാർ എങ്ങനെയാണ് പിന്നോട്ട് നടന്നത്? കേരളം എങ്ങനെയാണ് മുന്നോട്ട് നടന്നത്? ഇത് ചർച്ച ചെയ്യേണ്ട രാഷ്ട്രീയമാണ്. ഇന്ത്യയിൽ ഇന്ന് കൃത്യമായി ഏറ്റുമുട്ടുന്നത് രണ്ട് മുദ്രാവാക്യങ്ങളാണ്. ഒരു മുദ്രാവാക്യം രാജ്യത്തെ മനുഷ്യനെ എല്ലാം പൗരനാക്കി ഒന്നിപ്പിക്കുക എന്നതാണ്. ഹിന്ദുവിനേക്കാൾ ഉയരെ, ഇസ്ലാമിനേക്കാൾ ഉയരെ, ക്രിസ്ത്യാനിയേക്കാൾ ഉയരെ അവരുടെ സ്വകാര്യ ജീവിതത്തിൽ, അവരുടെ വിശ്വാസ ജീവിതത്തിൽ മതം പുലർത്തുക. പക്ഷേ അവരുടെ രാഷ്ട്രീയ ജീവിതത്തിൽ പൗരന്റെ പ്രാഥമികമായ ബോധത്തിലേക്ക് ഉയരുക, അങ്ങനെ ഒന്നിപ്പിക്കുക. ഒന്നിപ്പിച്ചാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഒന്നിപ്പിക്കാനുള്ള രാഷ്ട്രീയത്തെയാണ് മതേതരത്വ രാഷ്ട്രീയം എന്ന് വിളിക്കുന്നത്, ജനാധിപത്യ രാഷ്ട്രീയത്തെ വിളിക്കുന്നത്. ഇത് രണ്ടും ചേർന്നൊരു പുരോഗമന സ്വഭാവം കൈവരിക്കുന്ന രാഷ്ട്രീയമാണ് ഇടതുപക്ഷ രാഷ്ട്രീയം. കോൺഗ്രസ്സുകാർ എപ്പോഴും പറയും കമ്മ്യൂണിസ്റ്റുകാർ ഇടതുപക്ഷത്തു നിന്ന് മാറുന്നു. അതായത് ഇടതുപക്ഷം എന്ന വാക്ക് രാജ്യത്ത് പ്രിയപ്പെട്ടതാണ്, ലോകത്ത് പ്രിയപ്പെട്ടതാണെന്ന് അവർക്കും അറിയാം. അതുകൊണ്ട് അവർ പറയുന്നു അവരതാകുന്നു, അവർക്കതാകാൻ പറ്റുകയല്ല. നെഹ്റു അതാകാൻ ശ്രമിച്ചവനാണ്. പക്ഷേ നെഹ്റുവിന് കോൺഗ്രസിൽ നിന്നാണ് ഏറ്റവും വലിയ എതിർപ്പുണ്ടായത്. കോൺഗ്രസിൽ ആരെല്ലാം ഇടത്തോട്ട് അല്പമെങ്കിലും ഒരു കാൽ വെച്ച് നടക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ അവരെ മുടന്തി മുട്ടുകുത്തിച്ചത് കോൺഗ്രസിനകത്തെ വലതുപക്ഷമാണ്. കോൺഗ്രസിനകത്തെ വലതുപക്ഷം മുഴുവൻ ചെന്ന് ചേർന്നാണ് ഇപ്പൊ BJP ഉണ്ടായിരിക്കുന്നത്. അതായത് വലതുപക്ഷത്തിന്റെ നിലനിൽപ്പിന്റെ അടിത്തറ വർഗീയതയാണ്. അത് ഏറ്റവും ലളിതമായി പറഞ്ഞത്, ശാസ്ത്രീയമായി പറഞ്ഞത് മാർക്സാണ്. പക്ഷെ ഏറ്റവും ലളിതമായി ഇന്ത്യക്കാരന് മനസ്സിലാകുന്ന തരത്തിൽ പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഒരു വട്ടം വായിച്ചാൽ മതി. എങ്ങനെയാണ് ഈ നഗരവർഗീയതയും ഗ്രാമവർഗീയതയും രണ്ടാണെന്ന് കൃത്യമായി ഗാന്ധി പറഞ്ഞു. ഇന്ത്യ നഗരവർഗീയതയുടെ ഇന്നത്തെ വളർച്ചയിൽ ഉണ്ടാകുന്ന കലാപങ്ങളാണ്, കലഹങ്ങളാണ്, നമ്മുടെ മുന്നോട്ട് പോക്കിന് തടസ്സങ്ങളായ മതിലുകളാണ് ഇന്ത്യ നേരിടുന്നത്. അതുകൊണ്ട് ഒന്നിപ്പിക്കാൻ ആര് നോക്കിയാലും, ഇന്ത്യയിലെ മനുഷ്യനെ പൗരന്മാരാക്കാൻ ആര് ശ്രമിച്ചാലും തടയുന്ന ശക്തികളാണ് ഇന്ത്യയിലെ ഭിന്നിപ്പിക്കലിൻ്റെ ശക്തികൾ. ആ ഭിന്നിപ്പിക്കലിൻ്റെ ശക്തികളെ മുതലാളിത്തം അവരുടെ കൂടി നിലനിൽപ്പിന് വേണ്ടി, പഴയ മുതലാളിത്തമല്ല കോർപ്പറേറ്റ് മുതലാളിത്തം, അവരാണ് മാധ്യമങ്ങൾ മുഴുവൻ കൈയടക്കിയിരിക്കുന്നത്, അവരുടെ കയ്യിലാണ് സോഷ്യൽ മീഡിയ മുഴുവൻ, അവരുടെ കയ്യിലാണ് എഴുത്തുകാരെയും ലോകത്തുള്ള ചിന്തകരെയും സാഹിത്യകാരന്മാരെയും കലാകാരന്മാരെയും എല്ലാം വിലയ്ക്ക് മേടിക്കാനുള്ള കാശ് അവരുടെ കയ്യിലുണ്ട്. 8,000-ലധികം കോടി രൂപ ബോണ്ടായി ഇന്ത്യയിലെ മുതലാളിമാർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് സംഭാവന ചെയ്തതിൽ 73.2% പൈസ മേടിച്ചിരിക്കുന്നത് ഒറ്റ പാർട്ടിയാണ്, അത് ഭരിക്കുന്ന പാർട്ടിയാണ്. 20%-ലധികം കാശ് മേടിച്ചിരിക്കുന്ന മറ്റൊരു പാർട്ടിയാണ്, അത് കോൺഗ്രസ്സാണ്. പ്രാദേശിക പാർട്ടികൾക്കൊക്കെ കൂടെ 5%-ന് താഴെയാണ്. കാശ് മേടിക്കാത്ത പാർട്ടികളും ഇന്ത്യയിലുണ്ട്, അത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. അതാണ് ഇന്ത്യ. അതായത് ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ കൂടെ പണമില്ല, അവർക്ക് പദവിയില്ല, അവർക്ക് പിന്നിൽ ആളില്ല, അവർക്കൊന്നുമില്ല. ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ ലോക മുതലാളിത്തമുണ്ട്, അവരോട് ചേർന്ന് നിൽക്കുന്ന ഇന്ത്യൻ മുതലാളിത്തമുണ്ട്, അവർക്കെന്തും കൊടുക്കാൻ ആളുണ്ട്, അവർക്ക് വേണ്ടി ഏത് കലാപങ്ങളും സൃഷ്ടിക്കാൻ ആളുണ്ട്. അത്തരമൊരു സംവിധാനത്തിൽ ഒന്നിപ്പിക്കുന്നവരും ഭിന്നിപ്പിക്കുന്നവരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ കേരളത്തിനൊരു തിരിച്ചറിവുണ്ട്. നമ്മൾ ഭിന്നിപ്പിക്കലിൽ നിന്ന്, ഐത്തം ഭിന്നിപ്പിക്കലിൻ്റെതാണ്, അനാചാരം ഭിന്നിപ്പിക്കലിൻ്റെതാണ്, മറ്റു പല തെറ്റുകളും ഭിന്നിപ്പിക്കലിൻ്റെയാണ്. അതുകൊണ്ടാണ് വഴി നടക്കുന്നവനും വഴി നടന്നുകൂടാത്തവനും ഉണ്ടായത്, പൂ ചൂടുന്നവനും ചൂടാത്തവനും ഉണ്ടായത്, പഠിക്കുന്നവനും പഠിക്കാത്തവനും ഉണ്ടായത്, നടക്കുന്നവനും നടക്കാത്തവനും ഉണ്ടായത്, കുളിക്കുന്നവനും കുളിക്കാത്തവനും ഉണ്ടായത്.
മിണ്ടുന്നവനും മിണ്ടാത്തവനും ഉണ്ടായത്. അവിടെ നിന്നാണ് എല്ലാവരെയും ഒന്നിപ്പിക്കാൻ ഒരു രാഷ്ട്രീയം ഉണ്ടായി. അതിൻ്റെ ആശയങ്ങൾ നമുക്ക് മുമ്പിൽ മുൻവെച്ചത് ശ്രീനാരായണ ഗുരു മുതൽ ചട്ടമ്പി സ്വാമികൾ വരെ, സമരം ചെയ്തത് അയ്യങ്കാളി മുതൽ പിന്നെ ഒരുപാട് പേരാണ്. നമ്മളെ പഠിപ്പിച്ചത്, ഇവിടെ വന്ന മിഷണറിമാർ പഠിപ്പിച്ചത്, പഠിക്കാൻ ദാഹമുള്ള ഒരു സമൂഹത്തെ പഠിപ്പിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ശ്രീനാരായണ ഗുരു അതുകൊണ്ടാണ് 1916 പറഞ്ഞത്, അമ്പലമല്ല പ്രധാനം, അമ്പലത്തോട് ചേർന്ന് പഠിപ്പിക്കാൻ സംവിധാനം ഉണ്ടാക്കുന്ന പള്ളിക്കൂടമാണ് പ്രധാനം. അതിനുശേഷം ഒരു വളർച്ചയിൽ സ്വാഭാവികമായി അതിനൊരു രാഷ്ട്രീയ രൂപം കൈവരും. ആ രാഷ്ട്രീയ രൂപമാണ് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം. ആ ബോധമാണ് എൻ്റെ അടുത്തുള്ള ഒരാൾ ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ എനിക്ക് ആഹാരം കഴിക്കാൻ തോന്നാത്ത ഒരു ബോധം. അതൊരു രാഷ്ട്രീയമാണ്, അതൊരു സംസ്കാരമാണ്, അതൊരു മാതൃബോധമാണ്. ആ മാതൃബോധം കൊണ്ടാണ് സത്യത്തിൽ മഹാത്മാഗാന്ധി പറഞ്ഞ ഓരോ ഗ്രാമവും സ്വതന്ത്രമാവണമെന്നും, നിങ്ങൾ ഭരണഘടന എഴുതി ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ സെക്രട്ടേറിയറ്റ് കാണാത്ത, നിങ്ങളെ കാണാത്ത, ഇവിടെ വരാൻ വഴി അറിയാത്ത, നിങ്ങളോട് മിണ്ടാൻ ഭാഷ അറിയാത്ത, എഴുതാൻ ഒരു വരി എഴുതാനുള്ള അക്ഷരമറിയാത്ത, മനുഷ്യൻ്റെ ഉള്ളിലെ സങ്കടം പരിഹരിക്കാൻ ഒരു തുള്ളി കണ്ണുനീരൊപ്പാൻ നിങ്ങൾ എഴുതുന്ന വരിക്ക് കഴിയുമെങ്കിൽ അത് അടിവരയിട്ട് ഉറപ്പിക്കാൻ പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. അതിന് അദ്ദേഹം നിർദ്ദേശിച്ചതാണ് അധികാര വികേന്ദ്രീകരണം. അധികാരം അകലെയുള്ള ഭയമാവരുത്, കൂരയിൽ താമസിക്കുന്നവന് തൊട്ടടുത്ത് നിൽക്കുന്ന സ്നേഹമാകണം. അതിന് അധികാരം വികേന്ദ്രീകരിച്ചേ പറ്റൂ. എന്തുകൊണ്ടത് കേരളത്തിന് കഴിഞ്ഞു? കേരളത്തിൽ 96 വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഗാന്ധിയുടെ സ്വപ്നം പ്രാവർത്തികമാക്കുന്നത്. എന്തുകൊണ്ട് ഇപ്പോഴും കർണാടകത്തിൽ അതില്ല? എന്തുകൊണ്ട് ഇപ്പോഴും മധ്യപ്രദേശിൽ അതില്ല? എന്തുകൊണ്ട് കേരളം ഒഴിച്ച് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഈ അധികാര വികേന്ദ്രീകരണം പൈസ ബഡ്ജറ്റിൻ്റെ താഴെ കൊടുത്ത്, ഉദ്യോഗസ്ഥരെ താഴെ കൊടുത്ത്, സംവിധാനങ്ങൾ താഴെ കൊടുത്ത്, ഒരു പഞ്ചായത്ത് മെമ്പർ ഉണ്ടാവുമ്പം കേരളത്തിൽ ഒരു പഞ്ചായത്ത് മെമ്പർക്ക് കിട്ടുന്ന അന്തസ്, ഒരു മുനിസിപ്പൽ ചെയർമാൻ, ഒരു കോർപ്പറേഷൻ മെമ്പർക്ക് കിട്ടുന്ന അന്തസ് ഇന്ത്യയിൽ മറ്റെങ്ങും ഇല്ലാത്തതെന്താ? ഈ കേരളത്തിലെ പ്രാദേശിക ഇലക്ഷൻ പോലെ വേറൊന്നും ചർച്ച ചെയ്യാത്തതെന്താ? ഈ കടപ്പാക്കട ഇലക്ഷൻ ഇത്തവണ LDF ജയിക്കാൻ പോവുകയാണെന്ന്, BJPയിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ പോവുകയാണെന്ന് ഹിന്ദു എഴുതി. എന്തിന് ഹിന്ദു എഴുതി? അതായത് കേരളം തമിഴ്നാട് പോലല്ല. തമിഴ്നാട്ടിൽ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുമ്പോൾ മിക്കവാറും ഭരിക്കുന്ന കക്ഷിയുടെ ആളുകളെല്ലാം എതിരില്ലാതെ തിരഞ്ഞെടുക്കുകയാണ്. കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിൽ ഉത്സവാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു മത്സരമാണിത്. കാരണം താഴെത്തട്ടിലേക്ക് അധികാരം എത്തുന്നത് കയ്യിൽ സ്നേഹമായിട്ടാണ്, ജനങ്ങളുടെ ആവശ്യം അറിഞ്ഞാണ്, അവൻ്റെ വേദന തൊട്ട് പരിഹരിച്ചാണ്. അങ്ങനെ എത്തണം. അങ്ങനെ എത്താൻ കേരളത്തിന് കഴിഞ്ഞെന്താ? വേറെ ഒരു സംസ്ഥാനത്തിനും ഈ കോൺഗ്രസ്, മഹാത്മാഗാന്ധിയെ സ്നേഹിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെ കൂടുതൽ കോൺഗ്രസ്സുകാരാണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ കേരളത്തിലെ ഗാന്ധിയൻ കമ്മ്യൂണിസ്റ്റുകളുടെ പേരെടുത്താൽ ഏറ്റവും കൂടുതൽ ഗാന്ധിയൻ കമ്മ്യൂണിസ്റ്റുകൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ പേരിലാണ് അറിയപ്പെടുന്നത്, കോൺഗ്രസിൻ്റെ പേരിലല്ല. ആ ഗാന്ധിയൻ കമ്മ്യൂണിസ്റ്റുകൾ ഇവിടെ ഉണ്ടായതിൻ്റെ ഫലം കൂടിയാണ് 1957 കേരളം രൂപപ്പെട്ടപ്പോൾ അധികാരത്തിൽ വന്ന 57 പിറന്നു വീണ്, 56 നവംബർ 1 പിറന്നു വീണ് 57 ഇലക്ഷൻ നടക്കുമ്പോൾ തൊട്ടിൽ കിടന്ന ആ കുട്ടിയെ ആര് വളർത്തുമെന്ന ബാലറ്റ് പെട്ടിയിലൂടെയുള്ള ജനാധിപത്യ ചോദ്യത്തിനാണ് കേരളത്തിലെ മനുഷ്യൻ ലോകത്തെ അത്ഭുതപ്പെടുത്തി ഉത്തരം പറഞ്ഞത്. ഇത് കമ്മ്യൂണിസ്റ്റുകാർ. ജന്മിത്തമുണ്ടായിരുന്ന, ജാതിബോധമുണ്ടായിരുന്ന, മതബോധമുണ്ടായിരുന്ന, അത് വർഗീയബോധമായി വളർത്താൻ ശ്രമിച്ച, പണം കയ്യിലുള്ള ശക്തികളുടെ കയ്യിൽ കേരളത്തെ വിട്ടുകൊടുത്തില്ല കേരളത്തിലെ മനുഷ്യൻ. ജനാധിപത്യപരമായി അവനൊരു അവസരം കിട്ടിയപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തെ നോക്കട്ടെ എന്ന് പറഞ്ഞു. അന്ന് ആ ഗവൺമെന്റ് തുടങ്ങിയതാണ് ഭൂപരിഷ്കരണത്തിന്റെ ആരംഭം. ഇന്ത്യയിൽ ഭൂപരിഷ്കരണം നടന്ന പേരിലാണ്. അതായത് ഈ അധികാരത്തിന്റെ ഒരു പ്രശ്നം കൊടുക്കാൻ ആർക്കും ഇഷ്ടമല്ല. അധികാരത്തിന് ഒരു ജന്മിത്ത സ്വഭാവമുണ്ട്. ആ ജന്മിത്ത സ്വഭാവം കൊണ്ട് എടുക്കാനാണ് ഇഷ്ടം. കൊടുക്കാൻ ഇഷ്ടമാകണമെങ്കിൽ ഒരു മാതൃബോധം വേണം. അതും മനോഹരമായി ഈ അധികാര വികേന്ദ്രീകരണത്തിന്റെ കാര്യത്തിൽ ഗാന്ധി പറഞ്ഞു.
കൊടുക്കണം. അമ്മ മക്കൾക്ക് വിളമ്പുമ്പം എല്ലാ മക്കൾക്കും ആഹാരം കുറച്ചെങ്കിലും ഉണ്ടെന്ന് ഉറപ്പിക്കും. ആർക്കെങ്കിലും ആഹാരമില്ലെങ്കിൽ അത് അമ്മയ്ക്കാണ്. BJP ഇപ്പം ചെയ്യുന്നെന്താ? ഈ ബോധത്തെയാണ് അവർ അട്ടിമറിക്കുന്നത്. കേരളത്തിന് അധികാരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് താഴോട്ട് കൊടുക്കാൻ കഴിഞ്ഞത് ജന്മിത്വം അവസാനിക്കുന്ന ഒരു സമൂഹത്തിൽ അധികാരം താഴോട്ട് കൊടുത്തേ പറ്റൂ. അധികാരം മണ്ണിന്റെ ജന്മിത്വത്തെക്കാൾ ഭയങ്കരമാണ് അധികാരത്തിന്റെ ജന്മിത്വം. അതിൻ്റെ ആൾ രൂപമാണ് ഇന്ത്യയിൽ BJP. അവർക്ക് ഇഷ്ടപ്പെടാത്തവർക്കൊന്നും കൊടുക്കുകയല്ല, അവർക്ക് ഇഷ്ടപ്പെടുകയല്ല കേരളം. അതുകൊണ്ടാണ് GST അങ്ങോട്ട് പിരിയും. നിങ്ങൾ പേസ്റ്റ് മേടിച്ചാൽ, സോപ്പ് മേടിച്ചാൽ, ഷർട്ട് മേടിച്ചാൽ, എന്ത് മേടിച്ചാലും പണം അവരെടുക്കും. അവരെടുക്കുമ്പോൾ നിങ്ങൾ ഉപാധി വയ്ക്കുകയല്ല. ഈ പണം ഞങ്ങൾ തരുന്നത് നരേന്ദ്രമോദി നിങ്ങൾ ഇങ്ങനെ ചെലവഴിക്കാവൂ, ഈ തരത്തിലേ ചെലവഴിക്കാവൂ. സത്യത്തിൽ ജനാധിപത്യത്തിൽ ജനത്തിന് ഉപാധി വയ്ക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ ജനം കൊടുക്കുമ്പോൾ ഉപാധി വയ്ക്കുന്നില്ല. എന്നാൽ അവർ ആ പൈസ മേടിച്ച് അർഹതപ്പെട്ടത് ഇത് തരുന്ന സംസ്ഥാനത്തിന് കൊടുക്കുന്നില്ല, കേരളത്തിന് തരുന്നില്ല. ഇനി വല്ലതും തന്നാൽ ഉപാധി വയ്ക്കും. ജനാധിപത്യത്തിൽ ഉപാധി വയ്ക്കാൻ അവകാശമുള്ളത് ജനങ്ങൾക്കാണ്. കേരളത്തിന്റെ ആവശ്യത്തിന്, കേരളത്തിന്റെ താല്പര്യത്തിന് അത് ഡൽഹിക്ക് അറിയാവുന്നതിനേക്കാൾ കൂടുതൽ തിരുവനന്തപുരത്തിന് അറിയാം. കൊല്ലത്തിന്റെ കാര്യം കൊല്ലത്തിനറിയാം. ഇതൊക്കെ ഏതൊക്കെ ലോകത്തിന്റെ ഇന്നത്തെ സാധ്യതകൾ അനുസരിച്ച് കേരളത്തിന്റെ പഠിപ്പുള്ള മനുഷ്യൻ, ബുദ്ധിയുള്ള മനുഷ്യൻ, ഇന്ത്യൻ പൗരൻ, ഏറ്റവും മുമ്പിൽ രാഷ്ട്രീയമായി നിൽക്കുന്ന മനുഷ്യൻ, അവന്റെ ആവശ്യങ്ങൾ അവനറിയാം. പക്ഷേ ഇവിടെ ഉപാധിയാണ്. മാതൃഭാവവും പിതൃഭാവവും ഇല്ലെന്ന് മാത്രമല്ല, ശത്രുഭാവത്തോട് സംസ്ഥാനങ്ങളോട്, അവർക്ക് താല്പര്യമില്ലാത്ത സംവിധാനങ്ങളോട്, അവർക്ക് ഇഷ്ടമില്ലാത്ത രാഷ്ട്രീയത്തോട് പെരുമാറുന്ന രീതി ജനാധിപത്യപരമല്ല. ഏകാധിപത്യത്തിനുമപ്പുറമുള്ള ഒരു ശത്രുത അവർ പുലർത്തുന്നു. അപ്പൊ ഈ ഇലക്ഷനിൽ അതെല്ലാം നിങ്ങളുടെ മനസ്സിൽ വേണം. വോട്ട് ചെയ്യുമ്പോൾ BJP-കാരോട് ചോദിക്കണം, ഇവിടെ പട്ടിണി മാറി, ഇവിടെ വസ്ത്രത്തിന്റെ പ്രശ്നം മാറി, ഇവിടെ വെളിച്ചത്തിന്റെ പ്രശ്നം മാറി, ഇവിടെ വെള്ളത്തിന്റെ പ്രശ്നം മാറി, ഇവിടെ ഒരു സുതാര്യമായ രാഷ്ട്രീയത്തിന്റെ കൈകോർക്കൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്നു. ചിലയിടത്ത് നമുക്ക് രാഷ്ട്രീയമായി തർക്കിക്കാം, പക്ഷേ പലയിടത്തും നമുക്ക് രാജ്യത്തിന് വേണ്ടി പൗരന്മാരായി ഒന്നിക്കാം. പൗരന്മാരായി നിങ്ങളെ ഒന്നിക്കാൻ, വളരാൻ സമ്മതിക്കാത്ത ഒരു രാഷ്ട്രീയം BJP കൊണ്ടു നടക്കുമ്പം ആ രാഷ്ട്രീയം പറയാതെ ഇവിടെ വന്ന് 70-ൽ ഇന്ദിരാഗാന്ധി പറഞ്ഞ ഗരീബോ ഘടാവെ ഇപ്പൊ എത്ര ആഗ്രഹിച്ചാലും കേരളത്തിൽ ആർക്കും പറയാൻ പറ്റുകയില്ല. അത് ഇടതുപക്ഷത്തിന്റെ ഒരു നന്മയാണ്. ഇടതുപക്ഷത്തിന്റെ നന്മയിലൂടെ കേരളത്തിലെ മനുഷ്യൻ വളർന്നു വന്ന സംസ്കാരവും രാഷ്ട്രീയവുമായ ഒരു വളർച്ചയുടെ നന്മയാണ്. ആ നന്മയിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വോട്ട് ചോദിക്കുന്നത്. ആ നന്മ തുടർ ഭരണത്തിലൂടെ തുടർന്നു കൊണ്ടുപോകുന്ന നായകനായി നമ്മുടെ പിണറായി വിജയൻ കേരളത്തിൻ്റെ മനുഷ്യൻ്റെ മനസ്സിൽ നിൽക്കുകയാണ്. ജനാധിപത്യത്തിൽ തീർച്ചയായിട്ടും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാം. വേണമെങ്കിൽ ഇപ്പം എമ്മനെ കുറിച്ച് TM വർഗീസ്, രണ്ടുപേരും കൊല്ലത്തുകാരായിരുന്നു. TM വർഗീസ് കൊല്ലത്തെ ഏറ്റവും ബഹുമാന്യനായ കോൺഗ്രസ് നേതാവാണ്. 52-ലെ ഗവൺമെൻറ് കാലത്ത് TM വർഗീസ് എമ്മൻ ഭരണികാവെന്ന് ജയിച്ചതെന്നാണ്. എമ്മനെ നോക്കി പറഞ്ഞത്, എമ്മൻ വിമർശിക്കുമ്പോൾ പറഞ്ഞത്, എമ്മൻ്റെ പല്ല് നിരപ്പുള്ളതല്ല, അതുകൊണ്ട് എമ്മൻ്റെ വിമർശനവും നിരപ്പുള്ളതല്ല. അത് പറയുന്നത് എമ്മൻ ആസ്വദിച്ചു. കാരണം അവർ രണ്ടുപേരും ഒരു കാലത്തെ രാജ്യം അംഗീകരിക്കുന്ന, തിരുവിതാംകൂർ വണങ്ങി നിൽക്കുന്ന നേതാക്കന്മാരാണ്. അത്രത്തോളം വിമർശിക്കുമ്പോഴും ആ വിമർശനത്തിനൊരു മാന്യതയുണ്ടായിരുന്നു. അത് ജനാധിപത്യത്തിൻ്റെ മാന്യതയാണ്, അത് രാഷ്ട്രീയത്തിൻ്റെ വളർച്ചയുടെ മാന്യതയാണ്, അതൊരു അന്തസ്സിൻ്റെ മാന്യതയാണ്. ഇന്ന് എന്ത് അന്തസ്സാണ് വിമർശനത്തിനുള്ളത്? ആരെയും എന്തും പറയാം, ആർക്കും ആരെയും തെരുവിളിക്കാം. സോഷ്യൽ മീഡിയ എന്നൊക്കെ പറയുന്നത് എന്താ? ഞാൻ അതിനെല്ലാം മറുപടിയും അതിൻ്റെ ഉത്തരവുമായിട്ട് നിൽക്കുകയല്ല. ജനാധിപത്യം പരസ്പര ബഹുമാനത്തിൻ്റെ നന്മയുള്ള, പട്ടുപോകാതെ വളർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു തണൽ മരമാണ്. അങ്ങനെയാണ് അതിനെ അംബേദ്കർ കണ്ടത്. അങ്ങനെ കാണാനാണ് ജവഹർലാൽ നെഹ്റു ശ്രമിച്ചത്. അതുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റു പാർലമെന്റിൽ പ്രസംഗിക്കുമ്പം ഏറ്റവും കൂടുതൽ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നത് AKGയുടെ പ്രസംഗമായിരുന്നു. AKGയുടെ പ്രസംഗത്തിൻ്റെ AKGയുടെ ഇംഗ്ലീഷ്
പുഴ പോലെ ഒഴുകുന്ന ഇംഗ്ലീഷൊന്നുമല്ല. ആ ഇംഗ്ലീഷ് കേൾക്കുമ്പം ഈ കേംബ്രിഡ്ജിലും ഓക്സ്ഫോർഡിലും പോയി പഠിച്ചു വന്ന ജനസംഘത്തിൻ്റെ ചില ആളുകളും കോൺഗ്രസിൻ്റെ വടക്കേ ഇന്ത്യൻ വലിയ പ്രഭു കുടുംബത്തിൻ്റെ ആളുകളും അത് ശ്രദ്ധിക്കാതെ കമൻറ്റ് പാസ്സാക്കുമായിരുന്നു. ജവഹർലാൽ നെഹ്റു ഒരിക്കൽ പറഞ്ഞു, ഈ മനുഷ്യൻ പറയുന്ന വാക്കല്ല, ആ വാക്ക് വരുന്നിടം ഇന്ത്യയിലെ ഏറ്റവും താഴെത്തട്ടിലെ തൊഴിലാളിയുടെ വിയർത്ത ദേഹത്തിൻ്റെ അകത്തുള്ള ദുഃഖമാണ് ഇവിടെ പറയുന്നത്. അത് കേൾക്കണമെന്ന്. അത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അതിൻ്റെ കുറ്റം അദ്ദേഹത്തിനല്ല, നിങ്ങൾക്കാണെന്ന്. അതാണ് ജനാധിപത്യം. ആ ജനാധിപത്യം ഇന്ന് ഇന്ത്യയിലുള്ളത് തന്നെ അതിൻ്റെ വിശുദ്ധിയോടെ ഉള്ളത് കേരളത്തിലാണ്. കേരളത്തിൽ അത് വിശുദ്ധിയോടെ നിലനിർത്തുന്നത് LDF ആണ്. ആ LDFിൻ്റെ നായകനായ കേരളത്തിലെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന് എല്ലാ അർത്ഥത്തിലുമുള്ള സമയം കൊടുത്തുകൊണ്ട് ഞാൻ ഒഴിവാകുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേരുന്നു. നമ്മുടെ 56 സ്ഥാനാർത്ഥികളെയും ജയിപ്പിക്കാനുള്ള അധ്വാനത്തിലാണ് നിങ്ങൾ. ആ അധ്വാനം ഇനി കുറച്ചുകൂടെ ശാസ്ത്രീയമായി മിടുക്കോടെ വരുന്ന 2-3 ദിവസം കൃത്യവും ശാസ്ത്രീയവുമായി തുടരുക. ആ തുടർച്ചയിൽ 56 ജയിക്കുക. അത്ഭുതകരമായ ഒരു വിജയം കൊല്ലം കോർപ്പറേഷൻ നേടിയെടുക്കുക. ഒരു കാര്യം കൂടാ, 9-ാം തീയതിയാണ് നമ്മുടെ പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. 11-ാം തീയതിയാണ് തൃശ്ശൂർ മുതൽ അപ്പുറത്തുള്ള ജില്ലകളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. 13-ാം തീയതിയാണ് വോട്ട് എണ്ണുന്നത്. 13-ാം തീയതി വോട്ടെണ്ണി കഴിഞ്ഞ് 11 ദിവസം കഴിയുമ്പം ക്രിസ്തുമസാണ്. ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ലോകത്തെ പാപങ്ങൾ തീർക്കാൻ, അധികാരത്തോട് ഏറ്റുമുട്ടാൻ, മനുഷ്യൻ്റെ കൂടെ നിൽക്കാൻ, കാവലായി നിൽക്കാൻ ഒരു പിറവിയുടെ സന്ദേശമാണ് ക്രിസ്തുമസ്. ആ യേശുദേവൻ മനുഷ്യന് വേണ്ടി പൊരുതി രക്തസാക്ഷിയായവനാണ്. ആ ക്രിസ്തുമസ് ഒരു വലിയ ജനനത്തിൻ്റെ മധുരമുള്ള സന്ദേശമാണെങ്കിൽ, വെളിച്ചമുള്ള സന്ദേശമാണെങ്കിൽ, അന്ന് നക്ഷത്രങ്ങൾ ചിരിച്ചത് അതിനാണെങ്കിൽ, ഈ ഇലക്ഷൻ കഴിഞ്ഞ് 25-ാം തീയതി ക്രിസ്തുമസ് വരുമ്പം അന്ന് ചിരിക്കുന്ന നക്ഷത്രങ്ങളോട് ഇവിടെ എല്ലാ പാവങ്ങളെയും മാറ്റാൻ, പാവങ്ങളെ കൂടെ നിൽക്കാൻ പടപൊരുതിയ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ സമ്പൂർണ്ണ വിജയത്തിൻ്റെ ചിരി നക്ഷത്രങ്ങളുടെ ചിരിയോടൊപ്പം ചേർക്കാൻ തക്ക ഒരു വിജയം ഇവിടെയും കേരളത്തിലും ഉണ്ടാക്കിയെടുക്കാൻ, അതിൽ കൊല്ലത്തിൻ്റെ അഭിമാനകരമായ ചിരി വിജയച്ചിരിയായി സമ്മാനമായി ക്രിസ്തുമസിന് കൊടുക്കാൻ തക്ക തരത്തിൽ നിങ്ങൾ പ്രവർത്തിക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ.